الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ അംഗങ്ങൾക്കുള്ള പ്രത്യേകതകളാണ് നമ്മൾ കഴിഞ്ഞ തുടങ്ങി വെച്ചത്. അവിടുത്തെ കണ്ണിൻ്റെ, നാവിൻ്റെ, അങ്ങനെ തൊട്ട സാധനങ്ങളുടെ, വേർപ്പിൻ്റെ, ഇങ്ങനെ ഓരോന്ന്. ഇത് നമുക്ക് കഴിഞ്ഞൊരു ഹദീസ് ഓതിയാണ്, അത് മറ്റേ കണക്ഷന് വേണ്ടിയിട്ട് ഒന്നും കൂടെ മാറ്റി വന്നു. ഖുവ്വത്തു ബസരിഹി ഷരീഫി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാഴ്ചയുടെ ശക്തിയാണ് പറയുന്നത്. മുമ്പേ പറഞ്ഞു, നിങ്ങൾ കാണാത്തത് കാണുന്നവനാണ് ഞാൻ എന്നാളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്തത് ഞാൻ കാണും എന്നിട്ട് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇത് അല്ലാഹു തആല പറയുന്ന മാ സാഖൽ ബസറു വമാ തഗാൽ. എപ്പോൾ ഇസ്രാ മിഅ്റാജിന് പോയ രാത്രിയിൽ ആലമുൽ മലക്കൂത്തിലും ജബറൂത്തിനും മറ്റൊക്കെയുള്ള അത്ഭുതകരമായ സംഗതികൾ തങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പം കാണിച്ചു കൊടുക്കുന്നത് മാത്രമേ തങ്ങൾ നോക്കൂ. അതൊരു അദബാണ്. അതിൻ്റെ അപ്പുറം നോക്കിയിട്ട് അനുവാദം കിട്ടാതെ എന്താക്കൂല, അതൊരു വിട്ട് കിടക്കൂല. അപ്പം അദബിലുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് അത്ഭുതങ്ങൾ കണ്ടാലും കണ്ണിന് പതർച്ചയോ ഒരു തഹയ്യുറോ ഒന്നുമില്ല. മറ്റാകുമ്പോൾ അസഹനീയമായ നമുക്ക് അധികം നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ. മനസ്സിന് കൂവത്ത് വേണം. ചില കാഴ്ചകൾ കണ്ടിട്ട് ബോധം കിട്ടുമെന്ന് വന്നില്ലേ, എന്നിട്ടൊന്ന് മനസ്സിൻ്റെ കൂവത്തിലേക്ക് ചിലപ്പോൾ കണ്ണഞ്ചിപ്പോകും. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച എന്നല്ലേ പറയില്ലേ, അതൊന്നും തങ്ങൾക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മാ സാഖൽ ബസറു വമാ തഗ. മാ നഫിയാണ്, ദൈഹുണ്ടായിട്ടില്ല, തുകയാനും ഉണ്ടായിട്ടില്ല. അത് പറയുന്ന ഫഖദ് വസഫഹു അല്ലാഹു സുബ്ഹാനഹു വതആല വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മശ്ഹദിൽ അഅല. ഉന്നതമായ കാഴ്ചയിലേക്ക് ഇപ്പം നിൽക്കുന്ന ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ എന്താ അല്ലാഹു തആല വസ്ഫ് പറഞ്ഞത്? ബി അന്നഹു മാ സാഖ ബസറുഹു. തങ്ങളുടെ കാഴ്ചക്ക് ഒരു ദൈഹം ഉണ്ടായിട്ടില്ല. ഐ ലം യഹർ, ഒരു ബേജാറോ. സാധാരണ കാഴ്ചകളാണെങ്കിൽ സഹിക്കാൻ കഴിയൂല. ഐ ലം വമാ തഗാ എന്ന് പറഞ്ഞാൽ ലം യുജാബിസിൻ മന്നൂറ ഇലൈഹി. നോക്കപ്പെടേണ്ടുന്ന കാര്യത്തിനെയും വിട്ടിട്ട് മറികടന്നിട്ടില്ല. അത് തങ്ങളുടെ നോട്ടത്തിൻ്റെ അഥവാ പറഞ്ഞിരിക്കുന്നു. അവിടെ നോക്കണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ. അപ്പുറം നോക്കാൻ സമ്മതം കിട്ടാത്ത കാലത്തോടെ നോക്കൂല. അതാ അൽ മുതജല്ല അലൈഹി, തങ്ങളെ മേലിൽ അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുക്കുന്ന മന്നൂറുൻ ഇലൈഹിയായ വസ്തുക്കളെ അതിനെയും വിട്ട് തെറ്റിയിട്ടില്ല. വഫീ ഹാദാ ദലീലു ഖുവ്വത്തി ബസരിഹി. അപ്പോൾ തങ്ങളുടെ ഖുവ്വത്തുൽ ബസർ, ബസറിൻ്റെ ശക്തി ഉണ്ടല്ലോ, അതിൻ്റെ ദലീലാണ്. അതേതായിരിക്കും? മാ സാഖ. വസബാത്തിഹി എന്ന് പറഞ്ഞാൽ അതെന്താക്കി, അവിടെ തന്നെ സുബൂത്തായി നിന്നു എന്നുള്ളതിനെന്താണ് വമാ തഗ. കാരണം ലിഅന്നൽ ബസറ ഇദാ ബഹറഹു നൂറു സാതിഉ. കണ്ണിൻ്റെ അവസ്ഥ എന്താണ്? വളരെ വെട്ടിത്തിളങ്ങുന്ന ഒരു നൂറ് അതിനെ മുമ്പിലേക്ക് ചുരിഞ്ഞാൽ എന്താകും? ഇമ്മാ യസീഗ വയഹാറ. ഒന്നിക്കൽ സൈഗുണ്ടാകും, അല്ലെങ്കിൽ യഹാറുണ്ടാകും. വഇമ്മാ അൻ യതജാ അദാ സൈഗ യഹാറ. വഇമ്മാ യുജാവിസൽ മൻദൂറ ഇലാ ഗൈരിഹി. നോക്കുന്ന ആ വസ്തുവിനെയും വിട്ടിട്ട് മറ്റൊന്നിലേക്ക് തെറ്റാം. സാധാരണ പറയുന്നത് എന്തുകൊണ്ട്? കലലൻ ഒന്നുഴപ്പം ബിന്ദു, കണ്ണിൻ്റെ കാഴ്ചക്കുറവും അതിൻ്റെ ബലഹീനതയും കാരണത്താൽ ഫലം നഖഅ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളിൽ നിന്നുണ്ടായില്ല ശൈഇൻ മിൻ ദാലിക. ഈ സാധാരണ ഉണ്ടാകുന്ന ആ വൈകല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കിതാബില്ലാത്തകൾ കേട്ടുപഠിക്കൽ ലാസ്റ്റിൽ അവൽക്കസ്തന്ന വഹുവ ഷഹീദെന്ന്. കണ്ണില്ലെങ്കിൽ കണ്ണും ചിമ്മിച്ച് കേൾക്കലുണ്ടല്ലോ. കുരുടന്മാർ എത്ര വലിയ 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 മാമ്യങ്ങളുണ്ട്. കാതില്ലാത്ത ആളങ്ങനെയില്ല. അതെന്താണ്? ബസറിൽ അല്ലാഹു തആല വല്ലാത്ത ഖുവ്വത്താണ് തങ്ങൾക്ക് കൊടുത്തത്. ഇനി നോക്ക്, വമിൻ ഖസായിസിഹിൽ ബസരിയ്യ. കാഴ്ച സംബന്ധമായ ഖസായിസിൽപ്പെട്ടതാണ്
അന്നഹു കാന യറാ മാ ലാ യറാ ഗൈറുഹു, മറ്റുള്ളവർ കാണാത്തത് തങ്ങൾ കാണും. സഫിൻ്റെ ഇടയിൽ ശൈത്താൻ നുഴഞ്ഞു കയറുന്ന ഞാൻ കാണുന്നു എന്ന് പറഞ്ഞില്ലേ, മേലിൻ്റെ നാട്ടൻ്റെ ഇടയിലേക്ക് കൂടി ആട് കയറുന്നത് പോലെ. കമാഫി സുനനി തിർമദി റളിയല്ലാഹു അൻഹു വഗൈറഹു അൻ അബീ ദർരിൻ അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി അറാ മാ ലാ തറൗന വഅസ്മഉ മാ ലാ തസ്മഊൻ. നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഞാൻ കാണും, നിങ്ങൾ കേൾക്കാത്ത കാര്യം ഞാൻ കേൾക്കുകയും ചെയ്യും. അതിൻ്റെ ഓരോ ചില്ലറ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഫകാന യറാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണും, നമ്മ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ കൂടെ 10 മലായിക്കത്ത് ദിവസം സഞ്ചരിക്കുന്ന നമ്മ ഇതൊരൊറ്റ മലക്കിനെ കണ്ടിട്ടില്ല, ജിന്നിനെയും കണ്ടിട്ടില്ല. കണ്ടോ? വൽ മലായിക്കത്തിൽ കിറാം ദൂന അൻ തതമസ്സല ബിസൂറത്തിൻ, ഒരു സൂറത്ത് കൊണ്ട് ചമഞ്ഞില്ലാണ്ട്, ഒരു സൂറത്ത് കൊണ്ട് ചമഞ്ഞ് മനുഷ്യ കോലത്തിൽ വന്നാൽ ആ കോലം നമ്മൻ കാണും. പക്ഷെ അത് ജിന്നാണോ മലക്കാണോ ജിബ്രീലാണോ ഒന്നും തിരിയില്ല, സാധാരണ ആളുന്ന തോന്നുക. അത് പിന്നെ സാർവത്രികമാണ്. അതെ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിഞ്ഞാണ് പറഞ്ഞില്ലേ, പിന്നീട് വെറുതെ പോലീസ് അടക്കിയാൽ മതിയാ. ഇവിടെ മനസ്സിലുള്ള ആളെ വന്നിനാ, അത് എന്നെയും ചോദിച്ചിട്ട് ഹിദർ നബി വന്നിരുന്നു. സമയനാവാത്താണ് എന്തായാലും തെളിവുള്ളത് ഹിദർ നബി വയസ്സന. ഇതല്ലാതെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ദൂനതാ അൻ തതമസ്സല ബിസൂറത്തി, ഒരു സൂറത്ത് കൊണ്ട് രൂപപ്പെടാത്ത രൂപത്തിൽ തന്നെ കാണും. അതാ റവൽ ഇമാമു അഹ്മദു അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഈ സൂറത്തിൽ അസ്ലിയായ സൂറത്തിലാണ് കാണുന്നത്. അസ്ലിയായ സൂറത്ത് എപ്പം കാണിച്ചു കൊടുക്കൂല. വലഹു 600 ജനാഹിൻ, ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുണ്ട്. താങ്കളെല്ലാം കേൾക്കണിത്. കൊല്ലു ജനാഹിൻ മിന്ന കത് ശബ്ദൽ ലുഫുക്ക, ഓരോ ചിറകും ഈ ചക്രവാളം അടക്കാൻ മാത്രം വലിപ്പുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അസ്ലിയ രൂപം എന്തായിരിക്കും? അത് തങ്ങൾ കാണിച്ചു കൊടുത്തത്. യസ്കുത്തു മിൻ ജനാഹിഹി, ആ ചിറകിൽ നിന്നിങ്ങനെ ഉതിർന്നു വീഴുകയാണ്. മിന തഹാവിയിൽ നിന്ന് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. പുസ്തകത്തിന് അർത്ഥം വെച്ചത് വദ്ദുർരി വൽ യാഖൂത്ത്, അതിങ്ങനെ അവതരിപ്പിക്കുകയാണ്. വല്ലാഹു ബിഹി അലീം, അത് അല്ലാഹു തആലയ്ക്ക് അറിയാൻ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. ഇനിയും മറ്റുള്ള മലക്കിനെക്കാണല്ലോ അതാ വഅമ്മാ റുഅയതുൽ മലായികത, മറ്റു മലക്കുകളെ തങ്ങൾ കാണൽ. ഫമിൻ ദാലിക മാ ജാഅ അൻ അനസ് റളിയല്ലാഹു അൻഹു കുന്തു മഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ഫിൽ ഹൽഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞാൻ ഹൽഖയിലിരിക്കുന്നു. ഇത് ജാഅ റജുലുൻ, ഒരു വ്യക്തി വന്നു, ഒരു സഹാബിയൻ റളിയല്ലാഹു അൻഹു. വസല്ലമ അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വൽ ഖൗം, ഖൗമിനുണ്ടായി സലാം പറഞ്ഞു. ഫഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറഞ്ഞു. ഫറദ്ദൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാം മടക്കി. നിങ്ങൾ ഇന്നത്തെ മദ്ഹാനാക്കലല്ല, എന്താ സലാം മടക്കാത്ത? ഞാൻ മടക്കി, ഞാൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞില്ലേ. അപ്പം കളവും പറഞ്ഞ് സലാം മടക്കിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. ഇപ്പം ചോദിക്കുന്നത് ഞാൻ ചെല്ലിയാൽ നിങ്ങൾ മടക്കോ? എനിക്ക് ചെല്ലണമെന്നൊരു കൽപ്പനയുണ്ട്, നിങ്ങൾ മടക്കമെങ്കിൽ ചെല്ല. എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്ന പഠിച്ചാല്. ഫലമ്മാ ജലസർ റജുലു, ആ റജുൽ ഇരുന്ന് സഹബി ഖാല അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ അൻ യുഹ്മദ വയംബഗി ലഹു എന്ന് ഹംദ് പറഞ്ഞു. അതിൽ സീറ്റ് കിട്ടിയപ്പോൾ ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൈഫ ഖുൽത, നീ എപ്പം എന്താ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞു? ഫറദ്ദ അലൈഹി കമാ ഖാല, ആ സഹാബി പറഞ്ഞതുപോലെ തന്നെ മടക്കി പറഞ്ഞു കൊടുത്തു. എന്താ ചോദിച്ചത്? ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി,
എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലഖദ് ഇബ്തദറഹ, അവിടത്തേക്ക് ഓടി വന്നു എന്നാണ് പറഞ്ഞത്. ആ യസ്റായിലേഹ അശ്റത്തു അംലാക്കിൻ, 10 മലക്കുകൾ ഓടി വരികയാണ്. എന്തിനാണത്? കുല്ലുഹും ഹരീസുൻ അല അൻ യക്തുബഹ, അത് എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹം വെച്ചുകൊണ്ടിട്ട് ഞാൻ എഴുതും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഫമാദറവ് കൈഫ യക്തുബൂൻ, അതെങ്ങനെ എഴുതണമെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഹത്താ റഫഉഹാ ഇലാ ദിൽ ഇസ്സ, ദിൽ ഇസ്സത്താനി അല്ലാഹുവിൻ്റെ ഹദറത്തിലേക്ക് എത്തിച്ചു. ഫഖാല ഉക്തുബുഹ കമാ ഖാല അബ്ദി, എൻ്റെ അബ്ദ് പറഞ്ഞ പോലെ തന്നെ എഴുത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള തസ്ബീഹാണ് ഹംദ്. ഹംദ് അതിൻ്റെ ഖാത്തിമത്ത് പല കോലത്തിലുണ്ട്. കമാ യുഹിബ്ബു റബ്ബുന, അതുപോലെ മറ്റൊന്ന് ഹംദൻ ജസീലൻ ജമീലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല റിവായത്തുകളുണ്ട്. ഉർവാത്തുഹു സിഖാത്ത്, കമാ യുഹിബ്ബു റബ്ബുന വയർദാ എന്നുണ്ടെന്നാണ് ഇവിടെ നസായി ഇബ്നു ഹിബ്ബാൻ. അപ്പം ഈ 10 മലായികത്ത് ഓടി വരുന്നത് മറ്റുള്ള കണ്ടില്ലല്ലോ. വമിൻ ദാലിക റുഅയത്തുൽ മലായികത തുഗസ്സിലു ഹൻദലത ഷഹീദ റളിയല്ലാഹു അൻഹു, ഹൻദലത്തു ഷഹീദ് ഉണ്ടല്ലോ, അവരെ കുളിപ്പിക്കുന്നത് കണ്ടു. അത് നമ്മൾ എപ്പോഴും നമ്മൾ കഴിഞ്ഞ ഇതിൽ മൻഹജിൽ ഓതിയിട്ടുണ്ട്. സഹാബത്തിന്റെ വറുഅയതുഹു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ കാണുന്നുണ്ട്. യതീറു ഫിൽ ജന്നതി മഅൽ മലായിക, മലായികത്തിനോടൊപ്പം സ്വർഗത്തിൽ ഇങ്ങനെ പറക്കുന്ന ബിജനാഹൈനി, 2 ചിറകോടുകൂടി പറക്കും. ഇത് സാധാരണ ആൾ കാണുന്ന കാഴ്ചയല്ല. അതാണ് സാമ്പിള് പറഞ്ഞാൽ നിർത്തി. വകമാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യറൽ അബ്ആദ ശാസിഅത, അതിദൂരമായ ബുഅദുകളെല്ലാം കാണും. ഇപ്പം റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, 2000 കിലോമീറ്റർ ഉണ്ടെന്നല്ല പറയുന്നു. ബിഖുവ്വത്തിൻ വ ഇനായത്തിർ റബ്ബാനിയ, റബ്ബ് കൊടുത്ത ഒരു ഖുവ്വത്ത്, ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹം. ഫഫി സഹീഹൈനി അൻ ജാബിർ, അവിടെ കഴിഞ്ഞേറ്റവും നിർത്തിയത്. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു, എപ്പോഴാണ് ഇസ്രാവും മിറാജും കഴിഞ്ഞ് വന്ന ജാബിരിയൻ സംഭവം. എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ കദ്ദബത്നി ഖുറൈശുൻ, ഖുറൈശികൾ എന്നെ കളവാക്കി. അല്ലെങ്കിൽ തന്നെ കളവാക്കലാണ്. അപ്പോൾ അവരുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്താകും? കൂടുതൽ കളവാക്കും. ഖുംതു ഫിൽ ഹിജ്രി, ഞാൻ ഹിജ്റിലിരുന്നു. അവിടെ കഅബത്തിന്റെ ഫജല്ലലി അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വെളിപ്പെടുത്തി തന്നായി. അൽഹർ അലി ബൈത്തുൽ മുഖദ്ദസിനെ കാണും. ഇവർ ചോദിക്കുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ് നോക്കിയിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കും. ഫതഫഖതു അഖ്ബിറുഹും മിൻ ആയാതിഹി, ബൈത്തുൽ മുഖദ്ദസിലുള്ള ആയാത്തുകൾ, അതിൻ്റെ എന്തെല്ലാം ചോദിക്കുന്നു അതെല്ലാം. നമുക്കിപ്പോൾ നൂറ്റാണ്ടുകൾ നടക്കറിയാം. നിങ്ങളെ മുൻപന്നത്ര പടിയുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് വരാൻ കഴിയില്ല. വാന അൻദുറുലൈഹി, ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കിയാണ്. ഫഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മക്കയിലാണുള്ളത്. ഇന്ദൽ ഹിജ്രിൽ ജറാ ബൈത്തുൽ മുഖദ്ദസ് ജലിയൻ, ബൈത്തുൽ മുഖദ്ദസ് വളരെ വ്യക്തമായി കാണുകയാണ്. ചോദ്യമില്ലേ, അതായത് ഇപ്പൊ കക്കിടിപ്പുറത്ത് 200 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇവിടെ നടക്കുന്ന കാര്യം കാണുന്നു. മറുപടി 1000 2000 കിലോമീറ്റർ അപ്പുറത്തുള്ളത് കാണുന്നു. അപ്പൊ പ്രത്യേകതയായിട്ട് പറയാൻ ഉണ്ടോന്ന് ചോദിക്കുന്നത്. അതല്ലേ പണ്ടേ പറഞ്ഞത്, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി കൊടുത്ത കാര്യങ്ങൾ ഖാദിക്കായ ഔലിയാക്കൾക്ക് കറാമത്തായി വരാം. അതുകൊണ്ട് തങ്ങളെ പ്രത്യേകത, തങ്ങളെ വെക്കുന്ന അനന്തരം കിട്ടിയ സാധനമല്ല ഇത്. എല്ലാവരും ഇതിലൂടെ ഇൻവേർട്ടറിലും രാവിലെ ഇപ്പം ഞാൻ ഇട്ടപ്പോൾ ഹീറ്റർ വർക്ക് ചെയ്തില്ല. അതൊന്ന് അപ്പാക്കപ്പോൾ ഇത് മുടങ്ങിയില്ലേ. ഔലിയാക്കൾക്ക് വരൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതല്ല മറ്റേ മൂസലിമാമ് പറഞ്ഞത്, നിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ധാരാളം കറാമാത്തുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അത് മിൻ തുറാസിക്കൽ ഔലിയാഊ, ഹംസയിൽ പറഞ്ഞാണ് തുറാസിക്കൽ ഔലിയാഊൻ, ഔലിയാക്കൾക്ക് തങ്ങളെ അനന്തരത്തിൽ നിന്ന് കിട്ടി ചില്ലറ കാര്യങ്ങളാകുന്നു. ഖുസൂസിയാത്ത് വരൂല, അതതിനെ എതിരുമല്ല.
ഇനി كما وأنه صلى الله عليه وسلم أراه الله تعالى مشارق الأرض ومغاربها, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ففي صحيح مسلم وغيره عن ثوبان رضي الله عنه قال رسول الله صلى الله عليه وسلم إن الله زبا لي الأرض. സബ എന്ന് പറഞ്ഞാൽ എന്താ? ജമാ, ഇങ്ങനെ ചുരുട്ടി മൊത്തത്തിലാക്കി കണ്ടു. ഫറഅയ്തു മശാരിഖഹ വമഗാരിബഹ, അതിനെ കിഴക്കും കണ്ടു പടിഞ്ഞാറും കണ്ടു. വഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽകുഹാ മാ സുബിയ ലീ മിൻ, അതെനിക്ക് ചുരുട്ടി കാണിക്കപ്പെട്ട എല്ലാ സ്ഥലത്തും എൻ്റെ ഉമ്മത്തിൻ്റെ അധികാര പരിധി എത്തുന്ന. അപ്പം ഉമ്മത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ഭാവിയിലേക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. വറവ തബ്റാനി റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ തആല ഖദ് റഫഅ ലിയ ദുനിയാ, ദുനിയാവ് മുഴുവനും എനിക്ക് ഉയർത്തി കാണിച്ചിട്ട് ഫാന അൻദുറു ഇലയ്യ, ഞാൻ അതിലേക്ക് നോക്കുകയാണ്. വൈലാ മാ ഹുവ കായിനും ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന കാര്യങ്ങളിലേക്കും ഞാൻ നോക്കുന്നു. ഇതുപോലെ കഅന്നമാ അൻദുറു ഇലാ കഫീ ഹാദിഹി, എൻ്റെ ഈ ഉള്ളങ്കയിലേക്ക് നോക്കുന്നത് പോലെയാണ് എൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഹാദിഹി എന്ന് പറഞ്ഞാൽ കഫിന് സിഫത്ത്, കഫീ ഹാദിഹി. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യറാ മൻ വറാഅഹു എന്നും വായിക്കാം, മിൻ വറാഇഹി എന്നും വായിക്കാം. ദലായിലുൽ ഖൈറാത്തിലുണ്ടല്ലോ, യറാ മൻ ഖൽഫഹു കമാ യറാ മൻ അമാമഹു. അവിടെ രണ്ട് വേത്തുണ്ട്. മൻ എന്ന് പറയുമ്പോൾ മൗസൂലിയായി, അപ്പം തങ്ങളെ പിന്നിലുള്ളവരെ അല്ലെങ്കിൽ പിന്നിൽ കൂടി, രണ്ടും അർത്ഥം തന്നെ, ഹാസിലും തന്നെ. ففي الصحيحين واللفظ لمسلم عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال هل ترون قبلتي ها هنا, എൻ്റെ കിബില എന്ന് വെച്ചാൽ എൻ്റെ മുമ്പാകം ഇവിടെയാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഫവല്ലാഹി മാ യഖ്ഫാ അലയ്യ റുകൂഉക്കും വലാ സുജൂദുക്കും, നിങ്ങളുടെ റുകൂഉം എനിക്ക് മറയൂല, സുജൂദും എനിക്ക് അറിയില്ല. ആരെല്ലാം എന്തെല്ലാം കോപ്പറാട്ടി വരുന്നുണ്ടോ, എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ, വൈകല്ലെങ്കിൽ, കാരണം അത് തങ്ങൾക്ക് തബ്ലീഗിൽ പറഞ്ഞു കൊടുക്കണമല്ലോ. വലാ സുജൂദ് ഇന്നി ലാ അറാക്കും മിൻ വറാഇ ദഹരി, ആടാ മിൻ തന്നെ. എന്തുകൊണ്ട്? ഖും എന്ന് പറഞ്ഞപ്പോൾ മണ്ണിന്റെ സ്ഥാനത്ത് വന്ന്. ഇപ്പം കുട്ടത്തോടെ പലരും ആപ്ലിക്കേഷൻ കൊടുത്തെങ്ങനെ കേൾക്കുന്നില്ലേ? പാൾത്തുങ്കലിയിൽ പോയാൽ മതി. 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാൾത്തുങ്കലിയിൽ നമ്മളിപ്പോൾ പണ്ടേ പറയണ്ടിങ്ങനെ അബ്ദുറഹ്മാൻ ഷേഖിൻ്റെ കാലത്ത് 1969-70 100 ആളുകൾ ബസ്സിൽ കയറി പോയാൽ 100 ആൾക്ക് ഒന്നിച്ചോട്ട് പറഞ്ഞോളാം. എന്തിനാ വന്ന് കൂട്ടത്തോടെ വെള്ളിയാഴ്ച അൽക്കേ പോകുന്നില്ല. പറഞ്ഞു ഒന്നും ഒരു ഹപ്പ ഉണ്ടാവും. അതേ അവസരത്തിൽ ബേക്കിലുണ്ട് റൂം. ആ റൂമിൻ്റെ ചെറിയ പിന്നിലെ കൂടി പെണ്ണുങ്ങന്മാർക്ക് സംസാരിക്കാം, ആരെയും കാണൂല, പെണ്ണുങ്ങന്മാർ അതും കേൾക്കുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് പ്രധാനപ്പെട്ട പത്രവാർത്തകൾ വായിച്ചു കൊടുക്കുന്നുണ്ട്. മൂപ്പറ ജ്യേഷ്ഠ റമദാൻ ഷഹീർ അവർ ഇഹയാണോ സഹീ മുസ്ലിമാണോ എന്തോ ഒന്ന് അതും വായിച്ചു കൊടുക്കുന്നതിന് അതിനും അഭിപ്രായം പറയും. രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതേ അവസരം തന്നെ അല്ലാഹു 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 5000 വട്ടം ചെല്ലുന്നുണ്ട്. ഇതെങ്ങനെയാണ്? ഇതിപ്പോൾ നമ്മളെ കൺമുമ്പിൽ കണ്ട കാഴ്ചയിൽ നബിയുടെ വിശാലത്തിലൊന്നും എത്തിയോറവർ അല്ലല്ലോ, ഞാൻ കണ്ടതാണ്. ആർക്കും തിരിച്ചു വയ്ക്കേണ്ട തപ്പ് വെച്ചില്ല. കള്ളാസിൻ്റെ കഷ്ടം കൊടുത്തിട്ട് എഴുതൂ 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 എന്ന് പറഞ്ഞിട്ട് ഓരോക്കെ നോക്കി പറഞ്ഞു. ആ ചെല്ലുന്നത് ഉടനെ എഴുതിക്കൊള്ളു. ആ എഴുത തക്കത്തിന് ഏത് 100 മരുന്ന് വായിച്ചു കൊടുക്കുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് വായിച്ചു കൊടുക്കാം. അപ്പൊ മരുന്ന് ഹത്ത ഉണ്ടെങ്കിൽ അവിടെ പിടിക്കും. അങ്ങനെയല്ല പറഞ്ഞത്, ഇന്നതാണ്. ഇതിപ്പം നമ്മളെ കൺമുമ്പിൽ കഴിഞ്ഞു പോയ പാലത്തങ്കേരി കഴിഞ്ഞു പോയതാണ്. അത് തന്നെ കുഞ്ഞാമത് ശേഷം നേരെയല്ല, കുറേ താവഴി വന്നിട്ട് 1970 കാലത്ത് വന്ന സംഭവമായി കാണുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഷറഫുൽ ഹിക്കമി പറഞ്ഞതുപോലെ എൻ്റെ സിഫത്തിൻ്റെ ഒരംശം എന്താക്കും, പിന്നിൽ കൂടി പ്രകടമാക്കും. ഖരീബ ബാസിലായ ഒരു അബുദാണെങ്കിൽ അള്ളാഹു തആല കണ്ടാണ് ലാ യഖ്ഫാലി. എല്ലാവരും വിധങ്ങളുടെ ആ ഭാഷ ഇതുവായിരുന്നാണ്. അന്നൊക്കെ തപ്പുണ്ടാ നമ്മേലെ ചെയ്യും. നീ കേട്ടണാടാ, നീ ഓർത്തിപ്പോയിനാ
കുറച്ച് കൊച്ചത്തിലാക്കിയിട്ട് മെയ്ക്ക് ഓണാക്കാൻ മതിയോ ഒന്ന് അന്നാ നല്ലോണം കേൾക്കാൻ. ഒരു ആമീനുണ്ട്, ഒരു അട്ടഹാസം, അതൊന്നും അന്നാക്കോട്ടെ. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബിൽ ലൈലി വസാരിബൻ ബിൻ നഹാർ. അതുകൊണ്ട് ഇവൻ അല്ലയായി എന്നല്ല. അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കിയാൽ വെള്ളത്തിന് അവസ്ഥ എന്താ ഉണ്ടായാല്? ചൂട് അല്ലേ? അതാരെങ്കിലും മേത്ത് വീണാൽ എന്തായാലും പൊള്ളു. പക്ഷെ വെള്ളം തീയിട്ടില്ല. അതേ തീ എന്താ വെള്ളം തന്നെ തീക്കത്തെ തീ കിടന്നുണ്ടല്ലോ, അപ്പൊ തീയിലല്ല. അപ്പൊ ചുരുക്കത്തിൽ കൽബിന്റെ ഹിജാബ് മറ മുഴുവൻ മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഓരോ സിഫാത്തിന്റെ തജല്ലി വരുമ്പോൾ അതിന്റെ ആധാരം കാണലാന്ന് തങ്ങളെ. ഈ മനുഷ്യനും പോത്തും ഒന്നാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ കോലെല്ലാം ഇംഗ്ലീഷ്കാലുള്ളത്. ഒരാക്കില് ഒരു മഹക്കൂലുണ്ട്. പോത്ത് നമ്മളെ തിന്നൂല, നമ്മ പോത്തിനെ തിന്നും. ഒരാക്കില് മഹക്കൂലും, രണ്ടാളും ഒരു വിഷയത്തിലൊന്ന് എങ്ങനെ കത്താ തീർന്നു. അതല്ലല്ലോ മനുഷ്യനിക്ക് വേണ്ടി മുസഖറായ സാധനമാണ് ആട്, പശു മുതലായവ. ഇപ്പൊ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു റൂഹുണ്ട്. ആ റൂഹിന്റെ പദവി വേറെ തന്നെയാണ്. അത് ഉൾക്കൊള്ളാത്തതാണ് എല്ലാ ഗുലുമാനും. وفي صحيح مسلم أن أبي هريرة رضي الله عنه قال صلى بنا رسول الله صلى الله عليه وسلم നമ്മളോടൊപ്പം നമസ്കരിച്ചു യൗമൻ സുമ്മൻ സർഫാന. പിന്നെ സലാം കിട്ടി, പിരിഞ്ഞു പോയതല്ല. ഫഖാല യാ ഫുലാൻ എന്നൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അലാ തുഹ്സിന സലാത്തക, എന്താ നിസ്കാരം നന്നാക്കണ്ടേ? അപ്പൊ ഇവിടെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചത് എടുത്തു വെച്ച്. അലാ യൻറുൽ മുസല്ലി ഇദാ സല്ലാ കൈഫ യുസല്ലി. നമസ്കരിക്കുന്ന ഒരാൾ നമസ്കരിക്കുമ്പോൾ എങ്ങനെ നമസ്കരിക്കണം, ഇതെന്താ ചെയ്യുന്ന പണി എന്ന് നോക്കണം. ഫഇന്നമാ യുസല്ലി ലിനഫ്സിഹി, അവന്റെ നഫ്സിന്റെ നജാത്തിന് വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്, നമസ്കരിക്കുന്നത്. ഇന്നി വല്ലാഹി ലഉബ്സിറു മിൻ വറാഇ, ഞാൻ എന്താക്കും എൻ്റെ പിന്നിൽ നിന്ന് ഞാൻ കാണും. കമാ ഉബ്സിറു മിൻ ബൈനി യദയ്യ, എൻ്റെ മുമ്പിൽ നിന്ന് കാണുന്നത് പോലെ പിന്നിൽ നിന്ന് ഞാൻ കാണും. വറവാ മുസ്ലിമുൻ അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമി, ഒരു ദിവസം നമ്മളോടൊപ്പം നിസ്കരിച്ച് ഫലമ്മ ഖലസ്സലാത്ത, നമസ്കാരം വീട്ടിയപ്പോൾ അക്ബല അലൈന ബിവജ്ഹിഹി, തങ്ങളുടെ മുഖം കൊണ്ട് ഞങ്ങളെ കൊണ്ട് മുന്നിട്ടു. ഫഖാല യാ അയ്യുഹന്നാസു ഇന്നി ഇമാമുക്കും, ഞാൻ ഇമാമാണ്. ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദി വലാ ബിൽഖിയാബി വലാ ബിൽഇൻസിറാഫ്, എന്നെ മറികടക്കാൻ പാടില്ല. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ കസ്റ്റഡിയിലാണ്, അതിനപ്പുറം നീങ്ങാനും ഇറങ്ങാനും പറ്റില്ല. ഒരു അമീറിന്റെ മേൽനോട്ടത്തിൽ റാത്തിബത്തോ ദുഃഖത ചെല്ലുകയാണെങ്കിൽ അമീറിന്റെ കസ്റ്റഡിയിലാണ്. ഒറ്റക്കൊറ്റക്ക് ഞാനിതാ പോകുന്നു പറഞ്ഞിട്ട് ചെല്ലിയാലേ അല്ല, പിന്നെ സംസ്കാരത്തിൽ കൈകെട്ടി ഞാനിതാ ഇപ്പുറത്ത് ഞാൻ ഒറ്റക്ക് നിൽക്കിരിക്കുന്നു പറഞ്ഞാലാവുക. ഞാനേ സ്ഥലത്ത് സംഘടിപ്പിച്ച് ഒരാൾ തസ്ബീഹ് എടുത്തിട്ട് കൈക്കൊള്ളി പോയിരുന്നു, ഞാൻ എഴുതുന്നില്ലല്ലോ. എന്നാ പിന്നെ മജ്‌ലിസ് കൊണ്ടല്ല, 5 മിനിറ്റ് കൊണ്ട് പറയുന്ന ചെല്ലിച്ച് വന്നു. 313 നമ്മക്ക് 65 ആയിട്ടുള്ളൂ. എന്നിട്ട് അവന് കുറേ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് കടന്നു തരാൻ, നമ്മൾ ലോൺ എടുക്കുന്ന പരിപാടിയിലാണ്. വരിയിൽ വരുന്നത് 300 ചില്ലാനാ, ഓറ് 300 നമുക്ക് 66 ബാക്കി തരാം. ബാക്കിയുണ്ട്, കടം കൊടുക്കാനുണ്ട്. നമ്മൾ ലോൺ എടുക്കലില്ല. എന്നിട്ട് അന്ന് മുതലാണ്ടോട് പറഞ്ഞു, ഇങ്ങനെയാണ് ചെല്ലേണ്ടത്, ആ ഓഹരി പടം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചെല്ലിയിട്ട് വൈകുന്നേരം പോയിക്കോളാം, അല്ല പുറക്ക് പോയിട്ട് എന്താക്കാൻ, ഞാൻ റോദാ ഷരീഫിൽ ഹദിയായിക്കോളാം. എന്താ ചെയ്യേണ്ടത്? എന്നോട് പിടിച്ചു വെച്ചു, മറ്റേ എന്നോട് കടം വാങ്ങി ചെല്ലില്ല. അതെന്താന്ന് തന്നല്ല ബിഹിൽ നുഖദു വതൻഫരുജു ബിഹിൽ ഖുറബു സലാത്തല്ല പോലും. ഈ അരിഷ്ടമംഗാനം കുടിച്ചാൽ നല്ല വിശപ്പുണ്ടാക്കും, നല്ല ശോധന കിട്ടും, ആരോഗ്യം പൂർണ്ണമാകും. ഇതൊന്നും അരിഷ്ടല്ലല്ല പിന്നെ. അപ്പോൾ സലാത്തിൻ്റെ ബാല്യം കൂട്ടിയാൽ മതിയെന്ന്. പക്ഷെ ഓറ് പറഞ്ഞത് ഈ മുത്തലക്ക സലാത്ത് ചെല്ലണമെന്നല്ല, നാരിയ സലാത്താണെങ്കിൽ ആ മുഖയ്യതായ സലാത്ത് എല്ലാം ചെല്ലണം.
അല്ലെങ്കിൽ അയാളെ ചോറ് പോയി ജായിസല്ല. അയാളിന് പറയുന്നത് ഞാൻ നേർച്ചയാക്കിയതാണ്, അതുകൊണ്ട് ഇത് ഓരോരുത്തരുടെയും ഹക്കാണ്, പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് ചെല്ലുക എന്ന് പറഞ്ഞിട്ടും കൂടി എന്ത് ചെയ്യല്ലേ. അപ്പം റുക്കൂഅ കൊണ്ടോ സുജൂദ് കൊണ്ടോ ഖിയാമ് കൊണ്ടോ ഇൻസിറാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സലാമ് വീട്ടല്, അല്ലെങ്കിൽ ആ സദസ്സ് എണീച്ചു പോക്ക്. അവിടെയാണ് ഫുഖഹാ പറയുന്നത് എന്താ, ഇമാം എണീക്കുന്നത് വരെ ദറൂറത്തില്ല ഞാൻ എണീക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അതോടൊപ്പം ഇമാമിനോട് പറഞ്ഞു വേണ്ടാണ്ട് പിടിച്ചിട്ടാനും പാടില്ല, വേഗളക്കിക്കൊള്ളു. എന്താ ബിത്തസ്ലീം ആഖിറ സ്വലാത്തി അബിൽ മുറാദു ബിഹിൽ ഖുറൂജു മിനൽ മസ്ജിദ് ബഅദ സലാം. എന്തുകൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും എന്ന് പറയാനുണ്ടാകാം, അപ്പം ആരും പോലെ എന്ന് പറയും. ഫഇന്നി അറാകും അമാമി വമിൻ ഖൽഫി, എൻ്റെ മുമ്പിൽ കൂടിയും ഞാൻ കാണുന്നുണ്ട്, പിന്നിൽ കൂടിയും ഞാൻ കാണുന്നുണ്ട്. ثم قال والذي نفس محمد صلى الله عليه وسلم, തങ്ങളുടെ നഫ്സ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ, ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കാണുന്ന കാലം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുമായിരുന്നു. അപ്പൊ എന്താണ് കണ്ടത്? ഖാലു വമാ റഅയ്ത യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഖാല റഅയ്തുൽ ജന്നത വന്നാർ, സ്വർഗവും കണ്ടിട്ടുണ്ട് നരകവും കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി ഹൗല ഖുവ്വത്തി സംഇഹി ശരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേൾവിയുടെ പവറ പറയുന്നത്. ഇന്നല്ലാഹ അതാ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു ഖുവ്വത്തൻ ഫി സമഇ ഖാസത്തൻ, സമഇൽ ഒരു ഖുവ്വത്ത് കൊടുത്തു അല്ലേ. എൻ്റെ സിഫത്തിൽ ഞാൻ എനിക്ക് തരും, എൻ്റെ നാട്ടിൽ നിന്ന് തരും എന്ന് പറഞ്ഞിട്ട് ഹിക്കമ്മൽ നന്നായിട്ട് ഇനി ഇവിടുന്ന് ഓതിയ പോലെ ഇനി എവിടുന്ന് ഓതാൻ കഴിയില്ല. അപ്പം ഇതിലേ കൂടി കേട്ട അതിലേ കൂടി വിടില്ലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫകാന യസ്മഉ മാ ലാ യസ്മഉ ഗൈറുഹു, മറ്റുള്ള ആളുകൾ കേൾക്കാത്ത കാര്യം തങ്ങൾ കേൾക്കും. ഫഅൻ അബീ ദർർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അറാ മാ ലാ തറൗന വസ്മഉ മാ ലാ തസ്മഊന, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത്തത്തിസ്സമാഉ, അത്ത എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങളിൽ മറ്റു ലോഡ് കയറ്റി കഴിഞ്ഞാൽ ഒരു കിരി 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 എന്നുള്ള ഒരു ഞരങ്ങൽ ശബ്ദം കേൾക്കും. ഈ ചരക്കും ലോറിയും പോകുമ്പോൾ നോക്കിയാൽ മതി, കിരി കിരി എന്നിട്ട്. എന്നത് മാതിരി ആകാശത്തിൽ നിന്നുള്ള ഒരു ഇതാണ് എന്താ, ഐ ലഹറലഹ സൗത്തും മിൻ കസ്റത്തിൽ മലായിക്കത്തി ഫൗഖഹ, മലായിക്കത്ത് ധാരാളമുണ്ടല്ലോ, അതിനാൽ അത് അമിനൽ അത്തീത്ത് സൗത്തർ റിഹിൽ, അതാ അതിൽ നിന്ന് പിടിച്ചതാണ് അത്ത, അത്തീത്ത് എന്നതിന് ശബ്ദം. എന്നിട്ടോ വഹുക്കലഹ അൻത ഇത്ത, അങ്ങനെ ശബ്ദം കേൾക്കാൻ, അതാ ഞരങ്ങല ശബ്ദം കേൾക്കാൻ അതിന് അവകാശവുമുണ്ട്. കാരണം അത്രമാത്രം മലായിക്കത്തുണ്ട്. മാഫിഹ മൗളിഉ അർബഇ അസാബിയ, 4 വിരൽ വെക്കേണ്ട സ്ഥലം ബാക്കിയില്ല. ഇല്ല വഫീഹി മലക്കുൻ, അവിടെ ഒരു മലക്കുണ്ടാവും. മലക്കെന്താ ചെയ്യുന്നത്? വാദിഉൻ ജബ്ഹതഹു ലില്ലാഹി തആല സാജിദ, അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ ജബ്ഹത്ത് വെച്ചിരിക്കുക. വല്ലാഹി ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ, ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചു ഭാഗം മാത്രം ചിരിക്കും, ധാരാളം കരിയും. വലഖറജതും ഇലസ്സുഉദാത്ത്, മൈതാനിപ്പുറത്തേക്ക് നിങ്ങൾ ഓടും, കിടന്നുറങ്ങാൻ കഴിയിച്ച്. തജ്അറൂന ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് നിങ്ങൾ എന്താക്കും? തസ്തഗീസൂന വതൽജഊൻ, അഭയം പ്രാപിച്ചു കൊണ്ടിട്ട് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് ഓടിക്കളിയും. വമിൻ ദാലിക സമാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ ബാബിസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. روى الطبراني بإسناد حسن عن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم ذات يوم وجبريل على الصفا, തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി സഫാന്റെ മേലെയുണ്ട്. فقال يا جبريل والذي بعثك بالحق, ജിബ്രീലെ ഹക്കുമായിട്ട് നിങ്ങളെ അയച്ച റബ്ബിനെ തന്നെ സത്യം. മാ അംസാലി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫത്തും മിൻ ദഖീഖിൻ,
എൻ്റെ കുടുംബത്തിന്, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി കുടുംബത്തിന്, തങ്ങളുടെ കുടുംബത്തിന് പൊടിയുടെ ഒരു സഫത്ത്, ഒരു ഊരിയാപ്പാറുന്ന കതിര് പോലും വീട്ടിലില്ല. അതിനകത്ത് ഫക്കീർ തരം പറഞ്ഞു എന്നല്ലേ, അതൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് മനസ്സിൻ്റെ കുബുസാണ്. വല കഫും മീൻ സവേക്കിൻ, തെരിനാലുള്ള ഒരു കഫും ആ പൊരിയിലില്ല. ചുരുക്കത്തിൽ ഭക്ഷണ വസ്തുക്കളൊന്നും പൊരിയിലില്ല. ഫലം യകുൻ കലാമുഹു, തങ്ങളെ കലാമായി നബി അസ്റാമിൻ അൻസമി ഹദ്ദത്തം ഫിസ്സമാൽ, ബാലലോകത്തിൽ നിന്ന് വലിയൊരു ഘോര ശബ്ദം. ആഫസഅതു, അത് എല്ലാവരും പീഡിപ്പിച്ചു കളഞ്ഞു, പറഞ്ഞു തീരുമ്പോഴേക്ക് തന്നെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അമറല്ലാഹു തആല അൽ ഖിയാമത തഖൂം, ഖിയാമത്ത് നാൾ വരാൻ അല്ലാഹ് ഓർഡറിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത്ര ഭയാനകമായ ഒരു ശബ്ദം. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലാ, ഇല്ല, എങ്കിലും വലാകിൻ അമറ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ടുണ്ട്. എന്തെന്ന്? ഫനസല ഇലൈക ബിമഫാത്തിഹി ഖസാഇനിൽ അർദ്, ഭൂമിയുടെ മുഴുവൻ ഖസാനന്റെ താക്കോലുമായിട്ട് തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിടിച്ചോണ്ട് പറയാം. എന്ന് പറഞ്ഞാൽ കിട്ടില്ലേ? وراودته الجبال السم من ذهب عن نفسه فأراها أيما شممي. സ്വർണ്ണത്തിന്റെ മല വേണ ആക്കിത്തരാന്നല്ലേ പറഞ്ഞു. അല്ലാഹു തആലയല്ലേ കൊടുക്കുന്നത്. അല്ലാഹു തആല അവന്റെ ഇബാദിൽ എന്തിനും കഴിവുള്ളവനാണല്ലോ. പാറിനെ പൊന്നാക്കാൻ എന്താ കഴിയോ? ആദ്യം തന്നെ ചോദിക്കും മല ഉണ്ടാക്കാൻ കഴിയണ്ടേ? അവിടെയാണ് അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ വിശ്വാസം വേണ്ടത്. നല്ല വെബ്സൈറ്റ് പഠിച്ചിരുന്നു, അതൊന്ന് ഓണാക്കറ പോയാ. വഅമറനി അൻ അരിള അലൈക്, അത് തങ്ങളെ പേരിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട്. ഇസ്രാഫീൽ താക്കോലും കൊണ്ട് വന്ന കാര്യം തങ്ങളോട് പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസയ്യിറു മഅക ജിബാല തിഹാമ, തിഹാമയുടെ പർവ്വതങ്ങൾ തങ്ങളോടൊപ്പം സഞ്ചരിപ്പിക്കാം. സുമർറദം വയാഖൂത്തൻ, സുമർറദ് എന്ന് മേത്തരൽ മുത്താൻ, മരതകം, അതുപോലെ തന്നെ യാഖൂത്തും ദഹബൻ വഫില്ലത്തൻ. ഇതാണ് ഇമാമ വൈത്താക്കിയത്. വറാവദത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ ഫഇൻ ശിഅത നബിയൻ മലക്കൻ മലിക്കൻ, തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നബിയും ഒരു രാജാവും കൂടി ആക്കിത്തരാം. വഇൻ ശിഅത നബിയൻ അബ്ദ, നബിയും അബ്ദുമാകുന്നുണ്ടെങ്കിൽ അതും ആക്കിത്തരാം. അല്ലേ? ഫഖാറ അൻ യകൂന നബിയൻ അബ്ദ, നമ്മളെ ഇതിലില്ലേ? ഫൗമഇലൈഹി ജിബ്രീൽ അലൈഹിസ്സലാം ഇശാറത്താക്കി അൻ തവാള, വിനയമുള്ളത് തിരഞ്ഞെടുത്തോ. ജിബ്രീൽ പറയാണ്ട് തന്നെ തങ്ങൾക്കറിയൂ, പക്ഷെ ഒരു സുഹബത്തിന്റെ ഒരു അദബാണത്. ഫഖാല ബൽ നബിയൻ അബ്ദാ നബിയൻ അബ്ദാ നബിയൻ അബ്ദാ, 3 വട്ടം സലാസൻ. ഫലൗ അന്നീ ഖുൽതു നബിയൻ മലിക്കൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാവും? ലസാറത്തിൽ ജിബാലു മഈ ദഹബാ, പർവ്വതങ്ങൾ മുഴുവനും സ്വർണ്ണമായിട്ട് എന്നെ കൊണ്ട് നടക്കുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാബിലി സഫയിലേക്ക് വരണമെങ്കിൽ, പക്ഷെ അടുത്ത് പുറത്തു പോകാൻ വിട്ടിട്ടില്ലല്ലോ. അബൂ താലിബ് എന്നെ ഇടക്കിടക്കേ പുറത്തു വെച്ചു. ومن ذلك سماعه عذاب المشركين في قلوب قبورهم, ഖബറുകളിൽ വെച്ച് മുശ്രിക്കീങ്ങൾക്ക് കിട്ടുന്ന അദാബിനെ തങ്ങൾ കേൾക്കുന്നുണ്ട്. റവാ മുസ്ലിം അൻ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖാല ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫീ ഹാഇത്തിൽ ബനിൻ നജ്ജാർ, ബനു നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിലാണ്. വനഹനു മഅഹു, ഞങ്ങൾ തങ്ങളോടൊപ്പമുണ്ട്. ഇത് ജാഅത്ത് ബിഹി ബഗ്ലതുഹു, അവിടുത്തെ ഗോമർ കഴുതുണ്ടല്ലോ യാത്ര ചെയ്യുന്നത്, അത് വരുന്നു. ഫഖാദത്തുൽ ഖിഹി, തങ്ങൾ അതിൽ നിന്ന് തള്ളിയിട്ട് കളിയോന്ന് വരെ പേടി, ഭയങ്കര ഞെട്ടി പേടിച്ചിട്ട് ഒരൊറ്റ വട്ടം. വൈദ അക്ബർ, അപ്പം നോക്കുമ്പോൾ അവിടെ ഉണ്ട് സിത്തത്തുൻ ഔ ഹംസത്തുൻ, 5 or 6 ഖബറുകൾ കണ്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ ഖുബൂർ, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തികളെ അറിയുന്നവർ ആരുണ്ടോ? ഫഖാല റജുലു, പറഞ്ഞു, എനിക്കറിയാമെന്ന്. ആരാ ഖബറാണെന്ന്?
ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മതാ മാതു, അവർ എപ്പോഴാണ് മരിച്ചത്? അവരുടെ കാല ഫിശ്ശിർക്ക്, ശിർക്കിന്റെ കാലഘട്ടത്തിലാണ് മരിച്ചത്. തങ്ങളുടെ ദൈവത്തിന് മുമ്പായി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തലാ ഫീ ഖുബൂരിഹാ, ഈ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടും. ഫലൗലാ അല്ലാ തദാഫനൂ, നിങ്ങൾ മറമാടുകയില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ അല്ലദീ അസ്മഉ മിൻഹു. എന്താ പേര് സാധനം? ഞാൻ അല്ലാഹു സുബ്ഹാനഹു ദ്വാരക്കാം അദാബുൽ ഖബർ നിങ്ങൾക്കെല്ലാം കേൾപ്പിക്കണോ. പക്ഷെ പിന്നെ ആരും മറമാടലോ മരിക്കലൊന്നും ഉണ്ടാവില്ല, തിന്നലുണ്ടാവില്ല, കുടിക്കലും ഉണ്ടാവില്ല. അവിടെ മറട്ടെ. എന്താ പിന്നെ അയക്കും അല്ല. അപ്പൊ ഉമ്മത്തിനെ ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ദ്വാരക്കാതാണ് മറട്ടെന്ന് പറയുന്നത്. തങ്ങളുടെ ആ നുസഹാണ്. ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും, നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ദ്വാരക്കാം. എങ്ങനെയാ? മിൻ അദാബിൽ ഖബരി, ഖബറിൽ നിന്ന്. യുസ്മിഅകും എന്നതിന് രണ്ടാം മഫ്ഊലാണ്. അല്ലദീ അസ്മഉ മിൻഹു, ഖബറിൽ നിന്ന് ഞാൻ കേൾക്കുന്ന കാര്യം നിങ്ങൾക്കും കൂടി കേൾപ്പിക്കണമെന്ന് ഞാൻ വരുന്നേരാണ്. ഫകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മഉ അദാബൽ മുഅദ്ദബീന ഫീ ഖുബൂരിഹിം, ഖബറിൽ അദാബ് ചെയ്യപ്പെടുന്നവരുടെ അദാബ് തങ്ങൾ കേൾക്കുമായിരുന്നു. വബയ്യന, എന്നിട്ട് തങ്ങൾ വെളിവാക്കി അന്നഹു ലൗലാ ഖശിയതു അല്ലാ യുദ്ഫന ബഅദുഹും ബഅദൻ, മരിച്ചാൽ ചിലരെന്താക്കൂല, മറമാടൂല. ഇദാ സമീഅ അദാബുൽ ഖബർ, അദാബുൽ ഖബർ അവർ കേട്ടെങ്കിൽ, അങ്ങനെ പേടിയില്ലായിരുന്നുവെങ്കിൽ ലദഅല്ലാഹു തആല അൻ യുസ്മിഅഹും ദാലിക്, അത് ഉമ്മത്തിന് കേൾപ്പിക്കാൻ വേണ്ടി ദ്വാരക്കുമായിരുന്നു. വലാകിൻ ഇദാ സമീഉ അദാബുൽ ഖബർ, അതാ അതുകൊണ്ട് അദാബുൽ ഖബർ കേട്ടാൽ ഇഅ്തറാഹുമുൽ ഖൗഫു വൽ ഫസഉ, പേടിയും വെപ്രാടവും പിടികൂടും. പിന്നെ ആരും ഉറങ്ങൂല, തിന്നൂല, കുടിക്കൂല, എല്ലാം കഷ്ടത്തിലായി. അത് അമ്മിമദാലിക മിമ്മാ യുദ്ദില തർക്കി ദഫിനി ബാദിഹിൻ, അപ്പം മരിച്ചാൽ ആരും മറമാടൂല. കാരണം ആ അദാബ് വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട്. മഹാഫത മിൻ സമാഇ ദാലിക്, അത് കേൾക്കുന്ന പേടിച്ചിട്ടു. അപ്പം ഉമ്മത്തിനോടുള്ള കൃപയാണ്. അപ്പോൾ എടുക്കട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ. ഇപ്പം ഇൻഷാ അല്ലാഹ് ഇത് റവളതായിട്ട് അള്ളാഹിൻ്റെ ഫള് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഓടി വരും. ഇത് തീർക്കാൻ പറ്റുന്ന